വാർഷിക ഓയിൽ ചേഞ്ചിങ്ങിന് നിക്കോദിമോസും സംഘവും യൂറോപ്പിൽ. കഷ്ടാനുവാഴ്ചക്കൊയ്ത്തിന് ശേഷമുള്ള ഇടവേള ആനന്ദകരമാക്കുവാൻ ഓർത്തഡോക്സ് സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം മെത്രാൻ നിക്കോദിമോസും സംഘവും യൂറോപ്പിൽ എത്തി. വാർഷിക ഷണ്ടിങ്ങിനും ഓയിൽ സർവീസിങ്ങിനുമാണത്രേ സംഘം യൂറോപ്പിൽ എത്തിയിരിക്കുന്നത്. 75 വയസ്സ് കഴിഞ്ഞ വലിവ് കുറഞ്ഞ എന്നാൽ റണ്ണിംഗ് കണ്ടീഷനായ പഴയ വണ്ടികൾക്ക് മാത്രമായുള്ള പ്രത്യേക സംഘത്തോടൊപ്പമാണ് ഇവർ യൂറോപ്പിലേക്ക് പോയിരിക്കുന്നത്. മെത്രാന്മാരെ കടത്തിനും മെത്രാന്മാരുടെ സ്വകാര്യ ട്രസ്റ്റുകളെ ഹവാല ഇടപാടുകൾക്കും ഉപയോഗിക്കുന്ന ഒരു പ്രാഞ്ചിയേട്ടനാണ് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന തരത്തിൽ മെത്രാന്മാരെ സ്പോൺസർ ചെയ്ത് യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഹവാല ഇടപാടുകളിൽ വിശ്വസ്തയോടെ ടാർഗറ്റ് തികച്ചവരെയാണ് ഇത്തവണ യൂറോപ്യൻ ടൂറിന് പരിഗണിച്ചിരിക്കുന്നത്. അരമന മേരിയുടെ ചാമിയാർ എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് കമ്പനിയുടെ റാന്നി നിലയ്ക്കൽ ബ്രാഞ്ച് മാനേജർ നിക്കോദിമോസ്, അമേരിക്കയിൽ നിന്ന് രായ്ക്ക് രാമാനം നാടുകടത്തിയ മാവലിക്കരയിൽ നിന്നും എറിഞ്ഞോടിച്ച യൗസേബിയോസ്, അങ്കമാലിയിലെ പ്രധാനമന്ത്രി പദവി അടുത്തിടയിൽ നഷ്ടപ്പെട്ട പോളികാർപ്പസ്, സബോളക്കണ്ണനെ കുടിയൊഴിപ്പിച്ച വകയിൽ അഹമ്മദാബാദ് ബ്രാഞ്ച് മാനേജരായി ചുമതല ലഭിച്ച തെയോഫിലോസ്, ബോംബെ ഭദ്രാസനത്തിന്റെ മെത്രാൻ കുറിലോസ് എന്നീ ബലഹീനരും പാപികളുമായ ദാസന്മാർക്കാണ് നിങ്ങളുടെ കരുണയാൽ ഇത്തവണത്തെ യൂറോപ്യൻ ഓയിൽ ചേഞ്ചിങ് സംഘത്തിൽ അംഗമാകുവാൻ ആ ഭാഗ്യം സിദ്ധിച്ചത്. ചുവന്ന നെറ്റിക്കാരന്മാരുടെ പ്രിവിലേജായ ഗ്രീൻ ചാനൽ വഴി നല്ല കടത്തുകയും അംശപടിയും ഹുയാൻസാങ്ങിൻ്റെ തൊപ്പയും ഒക്കെ ഈ ആവശ്യത്തിന് നന്നായി ഉപയോഗിക്കുകയും FCRA അക്കൗണ്ടുകളിൽ കൂടി കൃത്യതയോടെ വിശ്വസ്തയോടെ ഇടപാടുകൾ നടത്തിയവർക്കുമാണ് യൂറോപ്യൻ ഷണ്ടിങ് സർവീസ് ടീമിലേക്ക് ഇത്തവണ പ്രവേശനം ലഭിച്ചത്. അല്ലാതെ ആപ്പയുപ്പകൾക്കൊന്നും പോകാൻ സാധ്യമല്ല. കോട്ടയം അധോലോകത്ത് അപ്പുറം മെത്രാന്റെ ചീട്ട് കീറുന്നതിനായി കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സന്നദ്ധി സംഘത്തിന്റെ അടിയന്തര ചുന്നകദോസിന് പോലും നിൽക്കാതെയാണ് ഈ പഞ്ചപാതകർ യൂറോപ്യൻ പര്യടനത്തിന് പോയത്. യൂറോപ്പിൽ മെത്രാന്മാർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ രാവിലെ കൊണ്ട് ഇറക്കിവിടും. മുമ്പ് ആയ കാലത്ത് അവർ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങൾ പോയി കാണാനും ഓർമ്മകൾ അയവിറക്കാനുമുള്ള അവസരവും ഉണ്ടാകും. വൈകുന്നേരമാകുമ്പോൾ മുൻപ് പള്ളിയായിരുന്ന ഇടങ്ങൾ ഇന്ന് പബ്ബുകളും നക്ഷത്രവൈശ്യാലയങ്ങളും ആയി മാറിയത് കാണാനും അവിടെ പോകാനും കപ്പാസിറ്റി ഉള്ളവന് 2 ചെറുത് അടിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവും. പണ്ട് വിശുദ്ധ ബലി അർപ്പിച്ചിരുന്ന അൾത്താരയിൽ ഇരുന്ന് 2 എണ്ണം വീശാനും ബെല്ലി ഡാൻസ് കാണാനുമുള്ള അവസരവും അവിടെ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വൈ ദ ബ്ലഡി അൽമൈൻസ് ഹാവ് ഓൾ ദ ഫണ്ട്സ്, വൈ കാൺ പൂച്ചാണ്ടീസ് എന്നാണ് മെത്രാന്മാരുടെ പര്യടന വാഹനത്തിൻ്റെ പുറത്തെഴുതി വച്ചിരിക്കുന്നത്. സത്യമല്ലേ? യൂറോപ്പിൽ പോയി എല്ലാ വർഷവും കൃത്യമായി റേഡിയേറ്റർ നന്നായി തണുപ്പിച്ച് ഓയിൽ ചേഞ്ചിങ് നടത്തിയാൽ ഒരു 92 വയസ്സ് വരെ കാലം കൊണ്ടുപോകില്ല, അംശപടി കുത്തിയാണെങ്കിലും നടക്കാം എന്ന് അടുത്തിടെ ഏതോ ഒരു പൂച്ചാണ്ടി പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണത്രേ ഇവർ യൂറോപ്പിലേക്ക് ഷണ്ടിങ് സർവീസിനായി പോയത്. പബ്ബിൽ പോകുമ്പോഴും തലയിൽ പുള്ളിയുള്ള തുണിയിട്ടാൽ മുണ്ണക്കുഞ്ഞുങ്ങൾ അവിടെയും വന്ന് കൈമുത്തു കൊടുക്കും പോലും. എന്ത് നല്ല മനോഹരമായ അളിഞ്ഞ ആചാരങ്ങൾ അല്ലേ? റേഡിയേറ്ററൊക്കെ തണുപ്പിച്ച് ഓയിൽ ചേഞ്ചിങ് കഴിഞ്ഞു വരുന്ന മെത്രാന്മാർക്ക് അതാത് ഭദ്രാസനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുണ്ണക്കുഞ്ഞാടുകൾ എയർപോർട്ടിൽ വന്ന് കുനിഞ്ഞു നിന്ന് കൈമുത്തി സ്വീകരണം നൽകും. തുടർന്ന് റോഡ് ഷോയുടെ അകമ്പടിയോടെ മെനക്കെട്ട അരമനകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അടുത്ത ദിവസം മുതൽ ദീർഘദൂര സർവീസുകൾ മെത്രാന്മാർ പുനരാരംഭിക്കുകയും ചെയ്യും. യൂറോപ്പിലെ അവിസ്മരണീയമായ ദിനങ്ങളെക്കുറിച്ച് മെത്രാന്മാരുടെ അനുഭവകഥകളെ ആസ്പദമാക്കി കടൽ കടന്ന പൂച്ചാണ്ടികൾ എന്നൊരു യാത്രാവിവരണ ഗ്രന്ഥവും MOSC പബ്ലിക്കേഷൻസ് ഉടൻ തന്നെ പുറത്തിറക്കും. മുണ്ണക്കുഞ്ഞുങ്ങൾ അത് കോപ്പി ഒന്നിന് 500 രൂപ നിരക്കിൽ മേടിച്ചു കൊണ്ടുപോയി വീട്ടിൽ ബൈബിളിനൊപ്പം കൊണ്ടുവെക്കും. 2ഉം വായിക്കില്ല. അതാ ഞങ്ങളുടെ സ്വഭാവം. നമ്മുടെ കർത്താവിനെ പ്രതിയാണല്ലോ ഇതെല്ലാം എന്ന് ഓർക്കുമ്പോഴാണ് ഒരു കുളിര്. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.